ഇന്ത്യയിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകരുടെ ഒഴുക്ക് തുടരുന്നു. ഹജ്ജ് കമ്മിറ്റി വഴി 90,000-ലേറെ തീർത്ഥാടകർ ഇതിനകം ഹജ്ജിനെത്തി. കോഴിക്കോട് നിന്നുള്ള ഹജ്ജ് വിമാന സർവീസ് നാളെ മുതൽ സൗദിയിലെത്തും. ഇന്ത്യയിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകരിൽ ഭൂരിഭാഗവും സൗദിയിലെത്തി. ഇന്നലെ വരെയുള്ള കണക്കനുസരിച്ച് ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റി വഴിയുള്ള 90,000-ലേറെ തീർത്ഥാടകർ ഹജ്ജിനെത്തി. ഇതിൽ 87,000-ഓളം പേർ മക്കയിലും 3,000-ഓളം പേർ മദീനയിലുമാണ് ഇപ്പോഴുള്ളത്. ഹജ്ജ് കമ്മിറ്റി വഴി 32,000-ഓളം തീർത്ഥാടകരാണ് ഇനി ഹജ്ജിനെത്താൻ ബാക്കിയുള്ളത്. മദീനയിലേക്കുള്ള ഹജ്ജ് വിമാന സർവീസ് മെയ് 7-ന് അവസാനിച്ചു. ഇപ്പോൾ ജിദ്ദയിൽ ഇറങ്ങുന്ന തീർത്ഥാടകർ ഹജ്ജിന് ശേഷം മദീനയിലേക്ക് പോകും. ഉംറ നിർവഹിച്ചും ഹറം പള്ളിയിൽ ആരാധനാ കർമ്മങ്ങൾ നിർവഹിച്ചും ചരിത്ര പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചും സമയം ചെലവഴിക്കുകയാണ് ഇപ്പോൾ തീർത്ഥാടകർ. ഗവൺമെന്റിന്റെ കീഴിലാണ് ഞങ്ങൾ ഇവിടെ ഹജ്ജിന് വന്നിട്ടുള്ളത്. വളരെ മികച്ച സൗകര്യങ്ങളാണ് ഇതുവരെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മൾ ഒരുപാട് ഉംറകൾ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബസ് സർവീസുകളും മറ്റു കാര്യങ്ങളും റൂം സൗകര്യങ്ങളും എല്ലാം വളരെ സന്തോഷത്തിലാണുള്ളത്. നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാ ആളുകളും. ഞാനൊക്കെ 19 വയസ്സ് പ്രായമുള്ള ആളാണ് ഞാൻ. എങ്കിലും ഞാൻ ഇത്രയും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രയും നല്ല ഫെസിലിറ്റി. കാരണം അത്രയും സന്തോഷമാണ്. ഇവരെ പരിഗണനയും ഇവരെ സർവീസും ഒക്കെ വളരെ ഗംഭീരമാണ്. കേരളത്തിൽ നിന്നുള്ള ഹജ്ജ് വിമാന സർവീസ് തുടരുകയാണ്. കൊച്ചിയിൽ നിന്നും കണ്ണൂരിൽ നിന്നുമാണ് ഇതുവരെയുള്ള സർവീസുകൾ നടന്നത്. കരിപ്പൂരിൽ നിന്നുള്ള ഹജ്ജ് വിമാനങ്ങൾ നാളെ മുതൽ ജിദ്ദയിലെത്തും. ഇന്ത്യയിൽ നിന്നുള്ള 1.25 ലക്ഷത്തോളം തീർത്ഥാടകരിൽ 1,22,518 തീർത്ഥാടകരാണ് ഹജ്ജ് കമ്മിറ്റി വഴി ഹജ്ജ് നിർവഹിക്കുന്നത്. ബാക്കിയുള്ളവർ സ്വകാര്യ ഗ്രൂപ്പുകൾ വഴി ഹജ്ജ് നിർവഹിക്കും. കേരളത്തിൽ നിന്നും സ്വകാര്യ ഗ്രൂപ്പുകൾ വഴി ഹജ്ജിനെത്തിയ തീർത്ഥാടകരിൽ ഭൂരിഭാഗവും ഇപ്പോൾ മദീന സന്ദർശനത്തിലാണ്. ഈ മാസം അവസാന വാരം നടക്കുന്ന ഹജ്ജ് കർമ്മങ്ങൾക്ക് മുന്നോടിയായി ഇവർ മക്കയിൽ തിരിച്ചെത്തും. ജലീൽ കണമകലം, 24 ജിദ്ദ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.